ഈ ജനങ്ങൾ മുഴുവനും നിന്റെ അദാബ് കണ്ടു അല്ലാ. നിന്റെ അദാബിന്റെ അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലാ. ഞങ്ങൾ എത്ര സമ്പന്നരായാലും, എത്ര കൊട്ടാരങ്ങളിൽ താമസിച്ചാലും, എത്ര പണം ഞങ്ങൾക്ക് നൽകിയാലും, എത്ര സ്വാധീനമുണ്ടായാലും, ആ ജനങ്ങളെ മുഴുവനും വിറപ്പിക്കാൻ, ജനങ്ങളെ കണ്ണീരിലാഴ്ത്താൻ, ജനങ്ങളെ വിഷമിപ്പിക്കാൻ ഒരു നിമിഷമേ നിനക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് നിങ്ങളൊക്കെ നികുതിപ്പണം അടക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭൂരിഭാഗം നമ്മുടെ ഫണ്ടും ചെലവഴിക്കുന്നത് ഈ ശാസ്ത്ര നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. എന്തിന്? എപ്പോൾ കാറ്റടിക്കും, എപ്പോൾ മഴ പെയ്യും, എപ്പോൾ കൊടുങ്കാറ്റടിക്കും, എപ്പോൾ ഉരുൾപൊട്ടും, മാറി താമസിപ്പിക്കാൻ പര്യാപ്തമായി ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനാണ്. ഒരാൾക്ക് പോലും പ്രവചിക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ല പറഞ്ഞു, അത്താഹ ലൈലും, അവർക്ക് രാത്രിയിലോ പകലിലോ എൻ്റെ പരീക്ഷണം വന്നാൽ കാലം തകനബിൽ അംസ്, ഇന്നലെ ആ നാടുണ്ടായോ എന്ന് പറയാൻ പോലും കഴിയില്ല. അതല്ലേ കാണാൻ കഴിഞ്ഞത്. ചിന്തിക്കാൻ അതൊരു വയനാടാകാം, അല്ലെങ്കിൽ മറ്റൊരു നിലമ്പൂരാകാം, ഓരോ വർഷങ്ങളിലും ഓരോ ഭാഗങ്ങളിലാകാം. ചിന്തിക്കണം, നമ്മുടെ വീടുകളും നാമും കൂടുതൽ കൂടുതൽ സ്വലാത്തിലും മദ്ഹിലും മിസ്കിലും ഹബീബായ നബിതങ്ങളിലേക്ക് അടുക്കാൻ ഇത് പര്യാപ്തമാകണം. അള്ളാഹു ചിന്തിക്കുന്ന കൽബുകളോടെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളെ മഹബത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഗുണ്ടൂർ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.